ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഇപ്പോൾ നമ്മൾ രണ്ടാം ഭാഗമാണ് കേട്ടോ. നമ്മളുടെ ഈവനിങ് വർക്ക് ചെയ്യുന്നതിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പം ഞാൻ നല്ല പോലെ തീ അങ്ങ് കത്തിച്ചു കൊടുത്തപ്പം അതുപോലെ തന്നെ ഇതിൽ കടുക്കുന്ന പ്ലാസ്റ്റിക്സ് ഒക്കെ ഉണ്ടല്ലോ, ഇത് കാക്ക കൊത്തി കൊണ്ടുവരണതായി. ഇവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വലിച്ചെറിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക്സ് നമ്മുടെ പറമ്പിലൊക്കെ എല്ലാവരുടെയും ഇപ്പോൾ കാറ്റുകാലവും പിന്നെ അതുമാത്രം കൊണ്ടിടുമല്ലോ കാക്കകൾ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അതല്ലാതെ ഞങ്ങൾ പ്ലാസ്റ്റിക്സ് കത്തിക്കാറില്ല. പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരു ചാക്കിൽ നിറച്ച് വയ്ക്കും, എന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകാൻ ചേച്ചിമാർ ഇവിടെ വരാറുണ്ട് കേട്ടോ. ഞാൻ കത്തിക്കുക കടലാസുകൾ മാത്രം കൂട്ടി വെച്ചിട്ട്, കടലാസാണ് ഈ നമ്മുടെ ചവറിനൊപ്പം ഇരുന്ന് കത്തിച്ചു കൊടുക്കാറ്. അപ്പോഴല്ലേ നന്നായിട്ടൊക്കെ കത്തി പടരാക്കെ ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമല്ല, കുറച്ച് നാളായി ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ ഈ പുക പോകുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീ കത്തുന്നതും പുക പോണതൊക്കെ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ കത്തി കാണുമ്പോൾ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കനകാമ്പരം ഇങ്ങനെ പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു ചെറിയ ചക്ക നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കനകാമ്പര പൂവ് കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. കാരണം കനകാമ്പരം കോർത്ത് കെട്ടി സ്കൂളിലേക്കൊക്കെ വെച്ച് പോകാറുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു നല്ല സീനറി പോലെ നല്ല രസമുണ്ടായിരുന്നു വീഡിയോ ഇങ്ങനെ പോകുന്നത് കാണാൻ. ഈ ഞാൻ തന്നെയാണ് എടുക്കുന്നത്, പക്ഷെ എൻ്റെ രസമൊക്കെ തോന്നി അത് നോക്കി നിന്നു. പിന്നെ ഇതാ നമ്മളുടെ വീട്ടിൽ അടിച്ചൊക്കെ വാരി കഴിഞ്ഞു. പിന്നെ ഇതാ ചുമരുമ്പോൾ നിറച്ച് അഴുക്കുണ്ട്. കാരണം ഇത് മഴ പെയ്ത് കഴിഞ്ഞാലേ ഇതെങ്ങനെ ഉണ്ടാവും വെച്ചാൽ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ചളി തെറിച്ചിട്ട് ഇതാ ഇനി മഴക്കാലം മാറി കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ കാറ്റുകാലം കൂടി നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആ ചുമരൊക്കെ ഒന്ന് കഴുകിയെടുക്കും. അപ്പോൾ ഒരുവിധമൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി പടിഞ്ഞാറുപുറമൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ വെറുതെ ക്യാമറയൊക്കെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുക. അടിച്ചു കഴിഞ്ഞാൽ മുറ്റം ഒന്ന് നമ്മൾ തന്നെ കിടന്ന് ആസ്വദിച്ച് നടക്കാന്നൊക്കെ പറയില്ലേ, ആസ്വദിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇളമെയിലല്ല, വൈകിട്ടത്തെയല്ല, നല്ല പോക്കുവെയിൽ. പോക്കുവെയിൽ എന്നല്ലേ പറയാ. അപ്പോൾ ആ പോക്കുവെയിലൊക്കെ കൊണ്ട് നടക്കണതിൻ്റെ ഇടയിലാണ് എനിക്ക് തോന്നിയത്, ചേട്ടനോട് വേസ്റ്റൊക്കെ കത്തിച്ച് കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പോക്കുവെയിലും ഇത് ഒന്ന് വെറുതെ ഇങ്ങനെ ആടിപ്പാടി നടക്കുകയാണ്. അപ്പോൾ ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കി കണ്ടുവോ, നല്ല പോക്കുവെയിൽ ഇങ്ങോട്ട് വരുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യാസ്തമിക്കുന്നതിൻ്റെ നല്ല രസമുണ്ടല്ലേ. അതെനിക്ക് ആ ദൃശ്യം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ കുറേ ഈ പോക്കുവെയിൽ കൊള്ളുന്നതും വളരെ നല്ലതല്ലേ. ഒരു 3 മണിക്ക് കഴിഞ്ഞപ്പോഴാണ് അടിച്ചു വാരാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ 5:30 ഞാൻ മുറ്റടിച്ച് കഴിഞ്ഞ്. പിന്നെ 6:30 ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഏകദേശം എന്നിട്ട് തീയൊക്കെ ഇങ്ങനെ ഒരുവിധമൊക്കെ ഇങ്ങനെ കത്തി കഴിഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെയൊക്കെ നടക്കുകയാണ് കത്തുന്നതൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ, ഞാൻ കുറച്ച് ചൂല് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലേക്ക് ഇങ്ങനെ ചവറൊക്കെ ഇങ്ങനെ വട്ടത്തിലിങ്ങനെ കെടുക്കുമല്ലോ. അപ്പം അതിങ്ങനെ ചവറൊക്കെ നല്ല പോലെ അടിച്ചങ്ങ് കൂട്ടി കൊടുക്കണം. അപ്പോൾ അത് ഫുള്ള് നമുക്ക് കത്തി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നല്ല പോലെ കരി നമ്മുടെ ഈ ചരലുകളുണ്ടല്ലോ, ചരലൊക്കെ ഉള്ളത് കൊണ്ട് അടിക്കാൻ കുറച്ച് ഇതായിരുന്നു. എന്നാലും നല്ല ചൂടിട്ടോ. എന്ന് വെച്ചാൽ വിറക് വരെ ആണല്ലോ കത്തിക്കൊണ്ടിരിക്കുന്നത്. വീഴുന്ന വിറകൊക്കെ ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന വിറകൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതും ഞാൻ കത്തിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് ഇങ്ങനെ അടിക്കുമ്പോൾ എനിക്ക് നല്ല ചൂടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഷോർട്ട്സ് ഇട്ട കാരണം, മുറ്റടിക്കുമ്പോഴൊക്കെ ഷോർട്ട്സ് ഇട്ട് അടിച്ചു വരാണ് ഏറ്റവും നല്ലത്. എനിക്ക് അല്ലെങ്കിൽ ചളിയൊക്കെ കയറിയിട്ടേ നമുക്ക് ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടുമ്പോഴാണ് ഞാൻ കൂടുതൽ അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ചൂലൊക്കെ കൊണ്ടുപോയി വെച്ചു. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടക്കാമെന്നൊക്കെ വീണ്ടും ഞാൻ ആടിപ്പാടി ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് നടത്തം ഭയങ്കര ഇഷ്ടമാണ്. ഈ രാവിലെ നടക്കാറുണ്ട്, വൈകിട്ട് നടക്കാറുണ്ട്. അപ്പോഴാണ് സിറ്റ് ഔട്ട് കാർ ഷെഡ് അടിച്ചു വാരിയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ ചൂലും കോരിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് തട്ടി മുട്ടിയൊക്കെ കൊടുത്തു. നല്ല പോലെ എന്ന് വെച്ചാൽ ചെറ്റിയുടെ ചവറുകൾ, പിന്നെ അതുപോലെ നമ്മുടെ മുളയുണ്ടല്ലോ അപ്പുറത്തെ പറമ്പിലെ മുളയുടെ ചവറുകൾ, വെറ്റിലയുടെ ചവറുകൾ, പിന്നെ ആര്യവേപ്പിൻ്റെ ചവറുകൾ ഫുള്ള് നമ്മുടെ കാർ ഷെഡിലാണ് ഗ്യാദർ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ അവർക്ക് കിടക്കാൻ സുഖമായിട്ട് തോന്നുന്നത് കാർ ഷെഡാണ്. അപ്പോൾ രാവിലെ നമ്മൾ വാരിയിടും, അത് കഴിഞ്ഞാൽ വൈകിട്ടും അടിച്ചു വരാം. അതിൻ്റെ ഇടയിൽ വൈകിട്ടിലേക്ക് രാവിലെ അടിച്ചു വാരിയിട്ടിട്ട് ഒരു കാര്യമില്ല, വൈകിട്ടാകുമ്പോഴേക്കും വീണ്ടും ഈ ചവറുകൾ ഇങ്ങനെ കയറി വന്നിട്ടുണ്ടാവും.
ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ, ഈ കാറ്റുകാലം കൂടിയല്ലേ. അപ്പം ആ കാരണം പിന്നെ ഇതൊരു രസമാണല്ലോ ഇങ്ങനെ അടിച്ചു വരിക എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖമാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് വേറെ പണി തൊഴിലില്ലെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തായിരിക്കും ഫ്രണ്ടിൽ ഇങ്ങനെ അടിച്ചു വരാതെ ഇങ്ങനെ കെടുക്കുന്നത് കാണുമ്പോൾ നമുക്കും വിഷമമാണ്. എന്നാലും പിന്നെ ഏട്ടനെ വിളിച്ച് ചൂലൊക്കെ കൊണ്ട് അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചോളാൻ പറഞ്ഞോട്ടെ, ഏട്ടൻ അകത്തുണ്ടല്ലോ. അപ്പം പിന്നെ അത് ഞാൻ എൻ്റെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് നടക്കാം, വീണ്ടും ഉല്ലാത്താനായിട്ട് നടക്കാമെന്ന് വിചാരിച്ചു വൈകിട്ട്. അപ്പോൾ ഏട്ടൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം അതെന്താണെന്ന് ഏട്ടാ എന്താ ചെയ്യണേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഏട്ടൻ്റെ കൂടെ അങ്ങനെ കൂടി എന്തായിട്ടാ ചെയ്യണേ? തുളസിക്കൊക്കെ മണ്ണിട്ട് കൊടുക്കുന്നോ? ശബ്ദമില്ലേ? ഞാൻ ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതെ നിക്കണ്. പണിത്തിരക്കിലായ മിണ്ടില്ല. കൊതുക്ക് ഇറങ്ങി തുടങ്ങി. എന്ത് മിറ്റടിക്കലൊക്കെ കഴിഞ്ഞുള്ളൂ. ഞാൻ കുറച്ചു നേരം നടന്നു, ഇനി കുളിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ. കുളിക്കണം. നമ്മുടെ സിനിമയുണ്ട് ലോക 7 മണിക്ക്, അത് കാണാൻ റെഡിയാകണം. തീയൊക്കെ അണഞ്ഞു കേട്ടോ, തീയൊക്കെ അണഞ്ഞു. ഇനി രാത്രിയിലേക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ നോക്കണം. അവക്കാടോ ഒക്കെ റെഡി ആവണുണ്ട്. ഇവിടെയും ഉണ്ട് അവക്കാടോ, അവിടെയും ഉണ്ട് അവക്കാടോ. ഇതൊക്കെ എന്താ പൊങ്ങെടുക്കാനാ? എൻ്റെ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്ന് കാണിക്കുന്ന പ്രഹസനം, ഇതിനെയാണ് പ്രഹസനം എന്ന് പറയുക. മിറ്റടിച്ച് കരടെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം കേട്ടോ. പിന്നെ ആൾ പറഞ്ഞു ഈ ഉണങ്ങി നിൽക്കുന്ന ഇതൊക്കെ വലിച്ചിടുക നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യണത്. അയ്യോ, അങ്ങനെ അതൊക്കെ എടുത്ത് കത്തിക്കാനുള്ള പരിപാടിയാണ്. കത്തുന്നുണ്ട്. ചേട്ടാ പൊങ്ങ് കഴിക്കാം വാ. മതി. കത്തി എടുത്തോണ്ട്. ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.